ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 192. നമ്മൾ മണ്ഡലം 1 അഷ്ടകം 2 19ാമത്തെ അനുവാകത്തിൽ 132ാമത്തെ മന്ത്രമാണ് നോക്കുന്നത്. അതിൽ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ കർമ്മം ചെയ്യുക. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് നടക്കുന്ന കർമ്മങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമുണ്ട്. ആ ശക്തി അതൊരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ, ഒരു സൂപ്പർവൈസറെ പോലെ, ഒരു മേസ്ത്രിയെ പോലെ ആ ശക്തി വിശേഷമായിട്ട് ഇന്ദ്രനെ കാണണം. ഇത് മുമ്പ് കുറേ പ്രാവശ്യം പറഞ്ഞതായതുകൊണ്ട് നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 132 1. ഋഷി പരിച്ഛേവൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് ശക്വരി. ത്വയാവയം മഖവൻ പൂർവേ ധന ഇന്ദ്രത്വാദാം സാ സഹ്യാമ പ്രധന്യതോ വനുയാമ വനുഷ്യതാം നേദിഷ്ടേ അസ്മിന്നഹന്യു യുധി വോജാനു സുന്വതേ അസ്മിൻ യജ്ഞേ വിജയേമ ഭരേ കൃതം വാജയന്തോ ഭരേ കൃതം. ഞങ്ങൾ ഇന്ദ്രൻ്റെ രക്ഷാസാധനങ്ങളാൽ സമ്പന്നരായി ശത്രുക്കളെ പരാജിതർ ആക്കണേ. അവർക്ക് അധികമായ പീഡകൾ നൽകണമേ. ഞങ്ങൾ യുദ്ധത്തിൽ നന്നായി വിജയിക്കുന്നതിന് സോമകർത്താക്കളെ ഉത്സാഹിപ്പിക്കുവിൻ. ഒന്നിലെ ഹേ ഇന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ നിന്റെ രക്ഷാവഴികൾ ഉപയോഗിച്ച്, രക്ഷാസാധനങ്ങൾ, അതിലൂടെയാണ് സമ്പന്നരായിത്തീരുന്നത്. എപ്പോഴാണ് ഇന്ദ്രൻ വരുന്നത്? നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞം ചെയ്യുക. അപ്പോൾ ആ സയൻസ് തത്വങ്ങൾ, പല സയൻസ് തത്വങ്ങളുണ്ട്. ആ സയൻസ് തത്വങ്ങളെ അനുസരിച്ചിട്ടാണ് ഇന്ദ്രൻ പല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ഒരു വസ്തുവല്ല ഉണ്ടാക്കി തരുന്നത്. ഇന്ദ്രൻ പലതരം വസ്തുക്കൾ ഉണ്ടാക്കും. അപ്പം പലതരം സയൻസുകളാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. പലതരം തത്വങ്ങളാണ്, വഴികളാണ്. അതുകൊണ്ടാണ് നിന്റെ രക്ഷാസാധനങ്ങളാൽ നമ്മളെ സമ്പന്നരാക്കുക. എങ്ങനെ? ശത്രുക്കളെ പരാജിതരാക്കിയിട്ട്. എങ്ങനെയാണ് ശത്രുക്കളെ പരാജിതരാക്കുക? അവിടെ ഏതാണ് ശത്രുക്കൾ? ഏതൊരു യജ്ഞം നടത്തുമ്പോഴും നമ്മൾ ഒരു വസ്തുവിനെ വേറൊന്നാക്കിയിട്ട് മാറ്റാനാണ് ശ്രമിക്കുക. അപ്പോൾ എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനെ വേറൊന്നാക്കി മാറ്റാൻ നോക്കുമ്പോൾ ഒരു ശക്തി അതിനെ എതിർക്കും. ന്യൂട്ടൻ്റെ 3rd ലോ. അപ്പോൾ അതാണ് ശത്രുത. ആ എതിർപ്പിനെ, ഒരു അരിയെ ചോറാക്കുമ്പോൾ അവിടെ ഒരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെ മറികടന്നിട്ടാണ് അരിയെ ചോറാക്കി മാറ്റുന്നത്. അപ്പോൾ ആ ശത്രുക്കളെ പരാജിതരാക്കണേ, എന്നിട്ട് അവർക്ക് പീഡകൾ നൽകണേ. അതെല്ലാം പൊതുവെ ശത്രു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ, അതായത് തടസ്സങ്ങളെ ഇല്ലാതാക്കണേ. അങ്ങനെ നമ്മൾ ആ യുദ്ധത്തിൽ വിജയിച്ചിട്ട്, അപ്പോൾ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. ആര്? ആക്ഷനും റിയാക്ഷനും, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധമായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം ആ യുദ്ധത്തിൽ വിജയിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി സോമകർത്താക്കളെ പ്രോത്സാഹിപ്പിക്കണേ എന്ന് പറയുകയാണ്. സോമം നൽകിക്കൊണ്ട് യജ്ഞം നടത്തുന്നവരെ പ്രോത്സാഹിപ്പിക്കണേ. അതായത് മനുഷ്യരെ യജ്ഞം നടത്താൻ പ്രേരിപ്പിക്കണം. യജ്ഞം നടത്തേണ്ടിക്ക് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അപ്പോഴവിടെ ഒരു ഏറ്റുമുട്ടലുണ്ട്. ആ ഏറ്റുമുട്ടലിലൂടെയാണ് ഒന്നിനെ വേറൊന്നാക്കി, വിലയുള്ള വേറൊന്നാക്കി മാറ്റുന്നത്. അതിൽ പ്രേരിപ്പിക്കുന്ന അതിൽ പങ്കെടുത്ത് നമ്മളെ സഹായിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 132 2. സ്വർജേഷേഭര ആപ്രസ്യ ഭക്തു മനുഷിർബുധാം സ്വസ്മിഞ്ചസി കൃണസ്യ സ്വസ്മിൻ
അഞ്ജസി അഹനിന്ദ്രോ യഥാവിദേ ശീഷ്ണാശു ശീഷ്ണോ ഉപവാച്യഃ അസ്മത്രാതേ സദ്രക് സന്തുരാതയോ ഭദ്രഭദ്രസ്യ രാതയഃ. ഇന്ദ്രൻ പ്രഭാതകാലത്തിൽ ഉണർന്ന് ആഹ്വാനം ചെയ്ത യജമാനു വേണ്ടി പ്രത്യക്ഷമായി ശത്രുക്കളെ ഹനനം ചെയ്തു. ആ ഇന്ദ്രനെ സർവജ്ഞനായി കരുതി സ്മരിക്കുവിൻ. ഇന്ദ്രൻ നൽകിയ ഐശ്വര്യം ഞങ്ങൾക്ക് മംഗളം വരുത്തേണമേ. 2 പറയുന്നത് ഇന്ദ്രൻ പ്രഭാതകാലത്ത് തന്നെ രാവിലെ മുതൽ തന്നെ നമ്മൾ യജ്ഞം തുടങ്ങുമല്ലോ. അപ്പം ഇന്ദ്രനും പ്രഭാതകാലം മുതൽ തന്നെ തയ്യാറായിട്ട് യജ്ഞകർത്താക്കൾ ആഹ്വാനം ചെയ്യുന്ന യജമാനന് വേണ്ടി, യജ്ഞം ചെയ്യുന്നതിന് ആഹ്വാനം ചെയ്യുന്ന യജമാനന് വേണ്ടി രാവിലെ തന്നെ പ്രത്യക്ഷമായിട്ട് എന്ത് ചെയ്യുന്നു? ആ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെ ഹനനം ചെയ്യുന്നു. ഇപ്പം രാവിലെ തൊട്ടിട്ട് നമ്മൾ യജ്ഞത്തിൽ ഏർപ്പെടുമ്പോൾ ആ യജമാനന് വേണ്ടി, ആരാണ് യജ്ഞം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഇന്ദ്രൻ അവിടെ വന്ന് ആ യജ്ഞത്തിൽ ഒരു ഏറ്റുമുട്ടലാണ് നടക്കുക. ഓരോ സാധനത്തെ വേറൊന്നാക്കി മാറ്റുകയാണ്, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറ്റുകയാണ്. അതിനെ എതിർക്കുന്ന ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അതാണ് ന്യൂട്ടൻ്റെ 3rd ലോ പ്രകാരം റിയാക്ഷൻ. അതിനെ ഇല്ലാതാക്കുക, അതാണ് ശത്രുക്കളെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ യജ്ഞത്തെ സഹായിക്കുന്നു. ആ ഇന്ദ്രൻ അതുകൊണ്ട് തന്നെ സർവജ്ഞനായി കരുതി നമ്മൾ സ്മരിക്കുക. ആ ഇന്ദ്രനെ എപ്പോഴും ഓർക്കണം. ആ ഇന്ദ്രനാണ് നമ്മുടെ യജ്ഞങ്ങളെയെല്ലാം പൂർത്തീകരിക്കുന്നത്. അപ്പോഴെപ്പോഴും ആ സർവജ്ഞനായ ഇന്ദ്രനെക്കുറിച്ച് നമ്മൾ ഓർക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഐശ്വര്യം നൽകുന്നുണ്ട്. ആ ഐശ്വര്യത്തിലൂടെ നമ്മൾ മംഗളം നേടട്ടെ. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 132 3 തത്തു പ്രയപ്രജ്ഞാധാതേ ശിശൂകുനം അസ്മിൻ യജ്ഞേ വാരമഗൃണത ക്ഷയമൃതസ്യ വാരസി ക്ഷയം വിദദ്വോ ചേരതദിതാന്ത പശ്യന്തി രശ്മിഭിഃ സഖാവിദേ അന്യന്ദ്രോ ഗവേഷണോ ബന്ധുഷിഭ്യോ ഗവേഷണഃ. പുഷ്ടികാരകമായ ഈ ഹവിസ് ഇന്ദ്രന് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ പൂർവന്മാർ യജ്ഞം വഴിയായി ശരീരക്ഷയം തടഞ്ഞു. അവർ ഇന്ദ്രനെ യജമാനന് വേണ്ടി ഗോക്കളെ നൽകുന്നവനാണെന്ന് കരുതിയിരുന്നു. 3 പറയുന്നത് നിന്നെ പുഷ്ടിപ്പെടുത്തുന്ന ഈ ഹവിസ് നിനക്ക് വേണ്ടിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. നമ്മൾ അർപ്പിക്കുന്ന വസ്തുവിനാണ് ഹവിസ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളവുമാണ് കൊടുക്കുന്നത്. അവിടെ ആരാണ് അതിനെ ചോറാക്കി മാറ്റുന്നത്? അഗ്നിയും ഇന്ദ്രനും കൂടി, അവിടെ ഏകോപിപ്പിക്കുന്ന ആ ശക്തിയും കൂടിയിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ദ്രനാണ് നമ്മൾ ഹവിസ്സുകൾ നൽകുന്നത്. അത് ഇന്ദ്രൻ എടുക്കും. എന്നിട്ട് നമുക്ക് തരുന്ന എന്താണ്? ചോറാണ്. അപ്പോൾ അരിയും വെള്ളയുടെ പോയി അത് ഇന്ദ്രൻ തിന്നു. ഇന്ദ്രനെ പുഷ്ടിപ്പെടുത്തും, ഇന്ദ്രൻ ശക്തിമത്താകും. ഇന്ദ്രനാണ് അഗ്നി കൊടുക്കുന്നത്. ആ അഗ്നിയുടെ ഊർജം ഇന്ദ്രനെടുത്ത് ഇന്ദ്രൻ ശക്തിമത്തായിട്ട് ആ അരി എന്താക്കും? ചോറാക്കും. അപ്പം നമ്മൾ പുഷ്ടികരമായ ഹവിസ്സാണ് നിനക്ക് നൽകുന്നത്. നമ്മുടെ പൂർവികന്മാര്, അതായത് ഈ വേദങ്ങൾ എഴുതിയ ഋഷികൾ യജ്ഞം വഴിയായി ശരീരക്ഷയമെല്ലാം ഇല്ലാതാക്കിയിരുന്നു. നമ്മളെ പൂർവികരെല്ലാം പലതരം യജ്ഞങ്ങളിലൂടെ അവരുടെ ശരീരത്തെ എല്ലാം പുഷ്ടിപ്പെടുത്തിയിരുന്നു. അതായത് ഇപ്പം നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കി കഴിച്ചിട്ട്, ശരിയായ രീതിയിൽ കഴിച്ചിട്ട്. അക്കാലത്ത് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? അവർക്ക് ഗോക്കളെ നൽകിയിരുന്നതായി അവർ കരുതിയിരുന്നു. ഗോക്കൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റായിട്ട് കണ്ടാൽ മതി. അക്കാലത്ത് ധനം ഗോക്കളാണ് അക്കാലത്ത്. അപ്പം അവർക്ക് ധനം നേടിക്കൊടുത്തിരുന്നു. അന്നത്തെ കാലത്തും അവർ യജ്ഞം ചെയ്തിട്ട് ധനം നേടിയിരുന്നു, ഗോക്കളെ നേടിയിരുന്നു. അതിന് ഇന്ദ്രൻ അവരെ സഹായിച്ചിരുന്നു. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 132 4
നുയിത്ഥാതേ പൂർവധാ ച പ്രവാച്യം യദംഗീരോഭ്യോ വൃണോരപ വജ്രമിന്ദ്രശിക്ഷന്നപവ്രജം ദിശാ അസ്മഭ്യം ജേഷിയോത്സിജ സുന്നദ്ഭ്യോ രന്ധയ കിം ചിവ്രതം തൃണായന്തം ചിദവ്രതം. പണ്ടത്തേതിന് തുല്യമായി ഇന്ദ്രൻ്റെ പ്രസിദ്ധമായ പരാക്രമങ്ങളും യശസ്സും ഗാനം ചെയ്യപ്പെടുക തന്നെ വേണം. ഇന്ദ്രൻ യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്നവൻ ആകേണമേ. യജ്ഞവിരോധികളെ സോമ നിർമ്മാതാക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണമേ. ഇന്ദ്രനോട് 4 പറയുകയാണ്, പണ്ടത്തെ പോലെ തന്നെ നീ പരാക്രമി, ഇന്നും പരാക്രമിയാണ്. നിന്റെ പ്രസിദ്ധമായ പരാക്രമങ്ങളും യശസ്സും നമ്മൾ ഗാനം ചെയ്യുകയാണ്. അത് പണ്ട് കാലത്തെ മുതലേ ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളും. ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ അതിനെ ഏകോപിപ്പിച്ച ശക്തി വിശേഷം ഇന്ദ്രനാണ്. പണ്ട് ഋഷികൾക്ക് ഇന്ദ്രൻ, അവരും യജ്ഞം ചെയ്തിട്ടുണ്ട്, അത് പൂർത്തീകരിച്ചവരും ഇന്ദ്രനാണ്. അപ്പം പണ്ടത്തെ മുതലേ നിന്റെ പ്രശസ്തി നമ്മളെല്ലാം ഗാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ശക്തി, നിന്റെ കഴിവ് ഉപയോഗിച്ചിട്ടാണ് ഇന്നും നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. നീ യുദ്ധങ്ങളെ വിജയിപ്പിക്കുന്നവനാണ്, യജ്ഞവിരോധികളെയെല്ലാം നശിപ്പിക്കുന്നതിനുമാണ്. ആരെങ്കിലും എന്തെങ്കിലും യജ്ഞം ചെയ്യുമ്പം ആ യജ്ഞത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തികളെ എല്ലാം ഇല്ലാതാക്കിയിട്ട് നമ്മുടെ യജ്ഞങ്ങൾ സഫലമാക്കി തരും. അപ്പം നീ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടക്കുന്നത്. നമ്മൾ ചോറെല്ലാം വെക്കുമ്പം കണ്ടിട്ടില്ല, അതിനകത്ത് ഇങ്ങനെ തിളച്ചു മറിയുന്ന ഒരു യുദ്ധക്കളമാണ്. അവിടെ ഈ വസ്തുവിനെ പുതിയൊരു വസ്തുവാക്കി മാറ്റാനുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അതിനെ എതിർക്കുന്ന ശക്തിയെയാണ് ഇന്ദ്രൻ പരാജയപ്പെടുത്തുന്നത്. ഇനി 5. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 132 5. സം യജ്ജനാൻ കൃദ്വിശൂര ഈക്ഷയദ്ധനേഹിതേ തരുഷന്തശ്രവസ്യവ പ്രയക്ഷന്തശ്രവസ്യവ തസ്മാ ആയുപ്രജാദ് വത് ഇദ്ബാധേ അർച്ചന്ത്യോജസാ ഇന്ദ്ര ഓക്യം ദിദിക്ഷന്ത ധിയതോ ദേവാം അച്ഛാന ധീയതഃ. ഇന്ദ്രൻ മനുഷ്യർക്ക് വിവേകബുദ്ധി നൽകുന്നു. യജ്ഞം ആഗ്രഹിച്ചുകൊണ്ട് ശത്രുക്കളുടെ മേൽ ആക്രമണം നടത്തുന്നു. യജമാനൻ യജ്ഞം നടത്തിക്കൊണ്ട് നിന്നിൽ നിന്ന് ധനം യാചിക്കുന്നു. അവരുടെ സ്തോത്രങ്ങൾ എല്ലാ ദേവതകളെയും ലക്ഷ്യമാക്കിയാണെങ്കിലും ഏകനായ ഇന്ദ്രനിൽ തന്നെ ചെന്നു ചേരുന്നു. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 5 ഇന്ദ്രൻ പറയുകയാണ്, ഇന്ദ്രൻ മനുഷ്യർക്ക് നല്ല ബുദ്ധി നൽകുന്നു. ബുദ്ധി നൽകിയാലല്ലേ നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. ഓരോ ആൾക്ക് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്, അവരുടെ സാമർഥ്യമാണ്. അരിനെ ചോറാക്കാനുള്ള ബുദ്ധി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് അരിയിട്ടിട്ട് ചൂടാക്കിയിട്ട് ചോറാക്കുന്നത്. അതുമാതിരി ഒരാൾക്ക് പ്രത്യേക ബുദ്ധിയുണ്ട്, അപ്പോൾ അവർ അതിനനുസരിച്ച് പുതിയ പുതിയ വസ്തുക്കൾ നൽകും. അപ്പോൾ ഈ സയൻസ് തത്വം ഉപയോഗിച്ചിട്ടാണ് ഓരോ ആൾക്ക് ഓരോ ബുദ്ധി എന്ന് പറഞ്ഞാൽ സയൻസ് തത്വം. അപ്പോൾ അതാരാണ് നൽകുന്നത്? ഇന്ദ്രനാണ് നൽകുന്നത്. മനുഷ്യർക്ക് വിവേക ബുദ്ധി നൽകുന്ന ഇന്ദ്രനാണ്. അങ്ങനെ ഇന്ദ്രനെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രൻ അത് പുതിയ വസ്തുക്കളാക്കി തരുന്നുള്ള ജ്ഞാനം നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ദ്രൻ്റെ ശക്തി മനസ്സിലാക്കുന്നു സയൻസിലൂടെ. അങ്ങനെ നമ്മൾ ഇന്ദ്രനെ നമുക്ക് വിവേക ബുദ്ധി നൽകുന്നു. അങ്ങനെ ശത്രുക്കളുടെ മേൽ നമ്മൾ ആക്രമണം നടത്തുന്നു. ഇന്ദ്രന്റെ സഹായത്താലാണ് നമ്മളെ ശത്രുക്കളുടെ മേൽ. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഇപ്പോൾ നമ്മൾ ഒരു കല്ല് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നീക്കണ്ടെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ട്. എന്ത്? ഭൂമി സമ്മതിക്കില്ല, അതിനെ പിടിച്ചു വെക്കും. ഭൂമി അവിടെ തടസ്സമായി നിൽക്കുകയാണ്. അപ്പം നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് വേണം അതിനെ അങ്ങോട്ടേക്ക് മാറ്റാൻ. അപ്പോൾ എന്തൊരു കർമ്മം ചെയ്യേണ്ടെങ്കിലും ഒരു എതിർപ്പിനെ മറികടക്കണം. അപ്പം ശത്രുക്കളുടെ മേൽ ആക്രമണം നമ്മൾ നടത്തും.
യജമാനൻ യജ്ഞം നടത്തുമ്പോൾ നിന്നിൽ നിന്നും ധനം യാചിച്ചുകൊണ്ടാണ് യജ്ഞം നടത്തുന്നത്. ആര് യജമാനൻ എന്ന് പറഞ്ഞാൽ ആര് യജ്ഞം നടത്തുന്നുണ്ടെങ്കിലും ഇന്ദ്രൻ നമ്മളെ സഹായിക്കും. അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ധനം നേടാം. അപ്പോൾ ഇന്ദ്രൻ തന്നെയാണ് നമുക്ക് ധനം നേടിത്തരുന്നു. അപ്പം നമ്മൾ ഇന്ദ്രനിലൂടെ ധനം യാചിക്കുന്നു. അവര് സ്തോത്രങ്ങൾ ഉച്ചരിക്കുന്നത് എല്ലാ ദേവതകൾക്ക് നേരെയാണെങ്കിലും അത് ഇന്ദ്രനിലാണ് ചെന്നു ചേരുന്നത്. അരിനെ വെള്ളത്തെയും, അത് ദേവതകളാണ്, അതിനെ ചോറാക്കി മാറ്റാനുള്ള മന്ത്രം നമുക്കറിയാം. അഗ്നിയുടെ സഹായത്താൽ ചൂടാക്കിയാൽ പദം വരും. ആ സയൻസ് തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് വെള്ളത്തിൽ അരിയിട്ടിട്ട് ചൂടാക്കിയിട്ട് ചോറാക്കുന്നത് പദമുള്ള. പക്ഷേ ഈ സ്തോത്രം, ഈ സയൻസ് ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്? അതിലുള്ള ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിക്കാണ് കൊടുക്കുന്നത്. ഏതുപോലെ എന്നാൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ആരെയാണ് ഏൽപ്പിക്കുക? മേസ്ത്രിയെയാണ് ഏൽപ്പിക്കുക. മേസ്ത്രിയാണ് അതിനെ ഉപയോഗിച്ചിട്ട് വീടാക്കി മാറ്റുക. അതുപോലെ ഇവിടെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനായതുകൊണ്ട് ഈ അരിക്കും വെള്ളത്തിനും അഗ്നിക്കും എല്ലാം തന്നെയാണ് നമ്മൾ സ്തോത്രം സയൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഈ സയൻസ് എല്ലാം എത്തിച്ചേരുന്നത് ഇന്ദ്രനിൽ തന്നെയാണ്. ഇനി ആറാമത്തേത് ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 132-6. യുവം ദം ഇന്ദ്രാ പർവത പുരോയുധായോന പൃഥന്നുദന തന്തമിത്ഹതം വജ്രേണ തന്തമിത്ഹതം ദൂരേ ച തായ ഛൻസദ്ഹനം തദിന പൃച്ഛത് അസ്മാകം ശത്രൂൻ പരിശൂര വിശ്വതോ ധർമ്മ ദർശിഷ്ട വിശ്വതഃ. ഞങ്ങളോട് പടപൊരുതുവാൻ ആഗ്രഹിക്കുന്നവരെ ഇന്ദ്രൻ മുന്നോട്ട് ചെന്ന് മാറ്റിക്കളയുന്നു. ഇന്ദ്രൻ്റെ വജ്രായുധം ദൂരത്തു നിന്നും ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ സമർത്ഥമാണ്. ഇന്ദ്രൻ ശത്രുക്കളെ എല്ലാ ഭാഗത്തു നിന്നും പിളർന്ന് കളയണമേ. ഇന്ദ്രനോട് പറയുകയാണ്, ഞങ്ങളോട് പടപൊരുതാൻ തയ്യാറായി നിൽക്കുന്നവരെയെല്ലാം നീ ചെന്ന് മാറ്റിക്കളയോ. നമ്മളോട് പടപൊരുതാൻ ഏതാണ്? അരിനെ നമ്മൾ ചോറാക്കുമ്പോൾ അരി പറയാ നീങ്ങുക, അത്ര പെട്ടെന്നൊന്നും ഞാൻ ചോറായി മാറില്ല. പിന്നെ അവിടെ ഒരു ഗുസ്തി ഉണ്ട്. അതാണ് അഗ്നിയെല്ലാം ഉപയോഗിച്ചിട്ട് ആ ഗുസ്തിയിൽ ഇന്ദ്രൻ വന്നിട്ടാണ് അതിൻ്റെ അരിൻ്റെ അകത്തുള്ള ഘടനകൾ മാറ്റിയിട്ട് പദമുള്ളതാക്കി തീർക്കുന്നത്. അപ്പം ആ ശത്രുക്കൾ എപ്പോഴും നമ്മൾ ചെല്ലുന്നതും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളോട് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അവിടെയുള്ള ആക്ഷനും റിയാക്ഷനും, പ്രവർത്തനവും പ്രതിപ്രവർത്തനം തയ്യാറായി നിൽക്കും നമ്മളൊരു ആക്ഷനുമായിട്ട് ചെല്ലുമ്പോൾ. അപ്പം നമ്മളെ നേരിടാൻ നിൽക്കുന്നവരെ നീ ചെന്ന് മാറ്റുക. അപ്പം ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത്, അല്ല നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. നമുക്കാണ് അരിയെ ചോറാക്കേണ്ടത്. അരി എതിർക്കുന്നുണ്ട്, പക്ഷെ നമ്മളെ എതിർക്കുന്നില്ലല്ലോ. എതിർക്കുന്ന അതിൻ്റെ അകത്ത് വെച്ചാണ്. അവിടെ എതിർക്കുന്നത് ഇന്ദ്രനെയാണ്. പിന്നെയോ നിന്റെ വജ്രായുധം ദൂരെ നിന്നു തന്നെ ശത്രുക്കളെ നശിപ്പിക്കും. വജ്രായുധം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു രാസപ്രവർത്തനം നടക്കുക, യുദ്ധത്തിൽ നടക്കുന്ന എന്താണ്? അവിടെ മുറിക്കലും തറിക്കലുമാണ്. ആ അരിൻ്റെ അകത്ത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ബോണ്ടുകൾ പൊട്ടിച്ചിട്ടാണ് സോഫ്റ്റ് ആക്കുന്നത്. അപ്പം പൊട്ടിക്കണ്ടിക്ക് ഒരു ആയുധം വേണമല്ലോ. അതുകൊണ്ട് ഇവിടെ വേദത്തിൽ പറയുമ്പോൾ ആയുധം വജ്രായുധം എന്ന് പറയുകയാണ്. കാരണം എന്തും മുറിക്കുകയും തറച്ചിട്ടും അല്ലേ ചെയ്യേണ്ടത്. അപ്പം ഇന്ദ്രൻ്റെ കൈമേൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധം വേണമല്ലോ. അതുകൊണ്ട് നിന്റെ വജ്രായുധം കാണുമ്പോൾ ശത്രുക്കൾ അന്നേരം തന്നെ ദൂരത്ത് ഓടിപ്പോകും. നീ വരുന്ന കാണുമ്പം തന്നെ, ഹേ ഇന്ദ്ര, നീ ശത്രുക്കളെ എല്ലാ ഭാഗത്തു നിന്നും പിളർക്കുക. ഒരരി ചോറാണ്ടിക്ക് എന്ത് വേണം? അതിൻ്റെ അകത്ത് കണ്ടമാനം മുറിക്കൽ നടക്കുന്നുണ്ട്. അതിലെ തന്മാത്രകളെല്ലാം മുറിച്ച് പല ഭാഗത്തുനിന്നും മുറിച്ചിട്ടാണ് പദമാക്കി വരുന്നത്. അല്ലാതെ അരിൻ്റെ ഒരു ഭാഗം മാത്രമല്ലല്ലോ പദമാകുന്നത്, എല്ലാ ഭാഗം. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും നീ ശത്രുക്കളെ പിളർന്നു കളയുക. പിളർക്കുക തന്നെ ചെയ്യാണ്. നമ്മളൊരു യജ്ഞം എന്ന് പറയുമ്പോൾ മുറിക്കുക, കൂട്ടിച്ചേർക്കുകയാണ്. വീട് വെക്കുമ്പോൾ കല്ല് പൊട്ടിക്കുക, പിന്നെ വേറൊരു തരത്തിൽ പൊട്ടിച്ച് യോജിപ്പിക്കുക.
എല്ലാം മുറിക്കലും മേശ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തടിയെ മുറിച്ചിട്ട് വേറൊരു തരത്തിലാക്കി കൂട്ടിച്ചേർക്കും. അപ്പം മുറിക്കലാണ് ആദ്യം പ്രധാനം. അപ്പം ചോറിൻ്റെ അകത്ത് ചോറാകുമ്പോഴും അവിടെ മുറിക്കൽ തന്നെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത്.